തീരദേശ വാർഡുകളിലെ അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിൽ പ്രതിഷേധിച്ച് BJP ഭരിക്കുന്ന അഴൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധമിരമ്പി. ഭരണസമിതിയുടെ അനാസ്ഥയ്ക്കെതിരെ LDFും UDFും ഒരേപോലെ സമരരംഗത്ത് ഇറങ്ങിയതോടെ പഞ്ചായത്ത് ഓഫീസ് പരിസരം സമരഭൂമിയായി മാറി. മാടൻവിള, കൊട്ടാരംതുരുത്ത് ഉൾപ്പെടെയുള്ള തീരദേശ വാർഡുകളിൽ ആഴ്ചകളായി ജലവിതരണം നിലച്ചിട്ടും ശാശ്വത പരിഹാരം കാണാൻ BJP നേതൃത്വം നൽകുന്ന ഭരണസമിതി തയ്യാറാകുന്നില്ലെന്നാണ് ഇരു മുന്നണികളുടെയും പ്രധാന ആരോപണം. രാവിലെ UDF ജനകീയ സമിതി പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചപ്പോൾ സമാനമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPM പ്രവർത്തകരും പ്രതിഷേധ പ്രകടനവുമായി പഞ്ചായത്ത് പടിക്കലെത്തി. തീരദേശത്തെ ജനങ്ങൾ ഒരു തുള്ളി വെള്ളത്തിനായി നെട്ടോട്ടമോടുമ്പോൾ ഭരണസമിതി കാഴ്ചക്കാരായി നിൽക്കുകയാണെന്ന് LDF UDF നേതാക്കൾ പറഞ്ഞു. രൂക്ഷമായ കുടിവെള്ള ക്ഷാമമാണ്. ജനങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല. വല്ലാത്തൊരു അവസ്ഥയിലാണ് ഈ പഞ്ചായത്തിലെ ജനങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വെള്ളം എത്തിക്കാനുള്ള ഉത്തരവാദിത്വം BJPയുടെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതിക്കുണ്ട്. മറ്റ് പഞ്ചായത്ത് ഭരണസമിതികൾ നടത്തുന്നുണ്ട്. പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്ന് യാതൊരു അനുമതിയുമില്ലാതെ കൊട്ടേഷൻ ക്ഷണിച്ചുകൊണ്ട് താഴ്ന്ന കൊട്ടേഷനിൽ കുടിവെള്ളം വിതരണം ചെയ്യാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് അധികാരമുണ്ട്. ആ അധികാരം BJP ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നില്ല. അത് ഉപയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇത്തരത്തിൽ പെട്ടെന്നൊരു പ്രതിഷേധം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കടലിനും കായലിനും മധ്യേ കഴിയുന്ന ഈ പ്രദേശങ്ങളിൽ കിണറുകളിൽ ഉപ്പുവെള്ളമായതിനാൽ പൈപ്പ് വെള്ളം മാത്രമാണ് ഏക ആശ്രയം. എന്നാൽ പൈപ്പ് ലൈനുകൾ വഴിയുള്ള ജലവിതരണം നിലച്ചിട്ടും പഞ്ചായത്ത് ഭരണസമിതി നിസ്സംഗത തുടരുകയാണെന്ന് സമരക്കാർ ആരോപിച്ചു. അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രാഥമികമായ ആവശ്യമാണ് ഒരു സാധാരണക്കാരന് ആ പഞ്ചായത്തിലെ സാധാരണക്കാരുടെ വീടുകളിൽ കുടിവെള്ളം എത്തിക്കുക എന്നുള്ളത് പ്രാഥമികമായ ആവശ്യമാണ്. ആ പ്രാഥമികമായ ആവശ്യം പോലും ഭരണത്തിലേറിയിട്ട് കഴിഞ്ഞ 3 മാസക്കാലം കൊണ്ട് ഇവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ രാജിവെച്ച് പുറത്തു പോകുവാനാണ് ഇവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണസമിതി അംഗങ്ങൾ തീരുമാനിക്കേണ്ടതെന്ന് ഞങ്ങൾ തുടക്കത്തിൽ തന്നെ പറയുവാനാവുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളമെങ്കിലും തരണമെന്ന് ഹൃദയവേദനയോടെ പറയുമ്പോൾ 1-2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചക്കെങ്കിലും ഈ ഭരണസമിതിക്ക് അതിനൊരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് പ്രശ്നത്തിനാണ്, എന്ത് സാധാരണക്കാരന്റെ വേദനയ്ക്കാണ് ഒരു പ്രാധാന്യം കൊടുക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്. ടാങ്കർ ലോറികളിൽ എത്തുന്ന വെള്ളം ഒന്നിനും തികയുന്നില്ലെന്നും ജനങ്ങൾ പറഞ്ഞു. ഉപരോധത്തെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ പ്രവർത്തനം 1 മണിക്കൂറോളം തടസ്സപ്പെട്ടു. വരും ദിവസങ്ങളിൽ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഭരണം സ്തംഭിപ്പിക്കുന്നതുൾപ്പെടെയുള്ള കടുത്ത സമരമുറകളിലേക്ക് നീങ്ങാനാണ് പ്രതിഷേധക്കാരുടെ തീരുമാനം. തലസ്ഥാന വാർത്തകൾ, ചിറയിൻകീഴ്. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Arabian Fashion Jewelry Wholesalers and Manufacturers. ആറ്റിങ്ങൽ, പോത്തങ്കോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്